എബ്രായ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 32 മുതലുള്ളതായ വാക്യങ്ങളാണ്. അവിടെ അതുവരെ ഉള്ളതായ കാര്യങ്ങൾ പല ഭക്തന്മാരുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇനിയും സമയം ഇല്ല എന്ന് പറയേണ്ടു എന്ന് പറഞ്ഞിട്ട് പൊതുവായുള്ള പല കാര്യങ്ങൾ പറയുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗിദെയോനെ കുറിച്ചാണ് ചിന്തിച്ചത്. അവിടെ 4 നായകന്മാരുടെ കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താഹ്. കാലക്രമം അനുസരിച്ചല്ല ഞാൻ ഓർപ്പിച്ചുവല്ലോ. അതുകൂടാതെ ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്ന് പറഞ്ഞിട്ട് അവർ നിമിത്തം അതിനകത്ത് 6 പേര് മാത്രമല്ല മുതലായ പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ എബ്രായ ലേഖനം എഴുതുന്നവരെയും ദൈവജനത്തിനു വേണ്ടി ദൈവം ചെയ്തതായ അത്ഭുതത്തിന്റെ കാര്യങ്ങൾ വിശ്വാസത്താൽ അവർ ചെയ്തതിനെ കുറിച്ചാണ് താഴെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതിന്റെ 38 വരെയുള്ള വാക്യങ്ങൾ, ഓക്കെ, അതിന്റെ 40 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നമ്മള് 32 ഞാൻ ഓൾറെഡി ഉദ്ധരിച്ചു കഴിഞ്ഞുവല്ലോ. 33 മുതൽ എബ്രായർ 11-ന്റെ 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനായി തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ പേദ്യം ഏറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജലയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഗിദെയോനെ കുറിച്ചാണ്. ഗിദെയോൻ, ബാരാക്ക്, ഈ 2 പേരുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അവരെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും അവർ വിശ്വാസം അധികമുള്ളവരായിരുന്നില്ല. അവര് ധൈര്യമില്ലാത്തവരും ഭയമുള്ളവരുമായിരുന്നു. എന്നാൽ അവരിൽ ദൈവം വിശ്വാസം വ്യാപരിപ്പിച്ച് അവരെ കൊണ്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത വൻ കാര്യങ്ങളെ ദൈവം ചെയ്തുവെങ്കിൽ അത് നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്, ഫെയ്ത്തിന്, യഥാർത്ഥ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ആരിലുണ്ടോ, ഏത് ബലഹീന മനുഷ്യനിലായിരുന്നാലും ആ വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ ദൈവം ശക്തമായി ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നമുക്ക് ഗിദെയോന്റെയും ബാരാക്കിന്റെയും ദൈവം നമ്മോട് കൂടെയുള്ള ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഓക്കെ, ദെബോരായും ബാരാക്കും കൂടെ ചെയ്തതായ പ്രവർത്തനങ്ങളെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4-5 അധ്യായങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേലിന്റെ ന്യായാധിപന്മാരുടെ കാലം വളരെ എല്ലാ രീതിയിലും ലോ സ്റ്റേജിലായിരുന്നു, വളരെ താണ അവസ്ഥയിലായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വലിയ സ്ഥാനം അവർ കൊടുത്തിരുന്നില്ല. സ്ത്രീകളെ ഒരു ലോ സ്റ്റേജിലാണ് കണ്ടിരുന്നത്. അവരുടെ ചില പ്രാർത്ഥനകളിലും പ്രസ്താവനകളിലും അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പറയാണ് സ്ത്രീകൾ അവരെ വാഴുവെന്ന്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ അവരുടെ ന്യായാധിപനായിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെ റൂള് ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. അവരുടെ പേര് ദെബോര എന്നാണ് പേര്. 4-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോര ഒരു പ്രവാചകയുമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. ദെബോരയ്ക്ക് ദൈവം അരുളപ്പാട് കൊടുത്തു. അത് നമ്മള് 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം, 4-5 അധ്യായങ്ങൾ, അതാണ് നമ്മുടെ വിഷയം. ഇവിടെ
പരാമർശിക്കുന്ന കാര്യങ്ങളെല്ലാം ആരെ ഉദ്ദേശിച്ചാണെന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ കഴിയത്തില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗിദിയോനെ കുറിച്ച് പഠിച്ചുവല്ലോ. ഗിദിയോനെ കുറിച്ചുള്ള ഒരു പ്രസ്താവന ആണ് എന്ന് നമ്മൾ അംഗീകരിച്ചത് അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു എന്നുള്ളതാണ്. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് മിദ്യാന്യ സൈന്യത്തെ ഗിദിയോനും ആളുകളും ഓടിച്ചത്, വലിയ സമൂഹമായ സൈന്യത്തെ അവർ ഓടിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുവാൻ തക്കമിടയായിരുന്നു. ഇവിടെ ബാരാക്കിനെ കുറിച്ച് ചില ദൈവഭക്തന്മാര് വിശ്വസിക്കുന്നത്, ബാരാക്കിനെ കുറിച്ചുള്ള കാര്യം ഇവിടെ പറയുന്നത്, വിശ്വാസത്താൽ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ ദൈവം വാഗ്ദത്തം ചെയ്തത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിശ്വാസത്താൽ ബാരാക്കിന് അത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തു. വിശ്വാസമാണ് തനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അങ്ങനെ ദെബോര എന്ന് പറയുന്ന പ്രവാചകി മുഖാന്തരമായി ദൈവം ഇസ്രായേലിനെ വിടുവിക്കുവാനായി ബാരാക്കിനെ വിളിക്കുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അതാണ് വളരെ കൃത്യമായിട്ട് ദൈവം സംസാരിക്കുകയാണ്. അവിടെ 4-ാം അധ്യായത്തിലെ 6 മുതലുള്ള വാക്യങ്ങൾ, അവൾ അഹീനോവാമിന്റെ മകനായ ബാരാക്കിനെ കേദശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, ബാരാക്കിനെ അവിടെ വിളിപ്പിച്ചു. ബാരാക്ക് ദെബോരയുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ ദൂത് പറയാണ്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. വ്യക്തമായ പ്ലാൻ, ബാറ്റിൽ പ്ലാൻ. എന്താണ് പറഞ്ഞത്? അപ്പോൾ അവരെ ഭരിക്കുന്ന ആളുകളെ കുറിച്ച് വായിക്കുന്നു. കനാന്യ രാജാവായ യാബീനാണ് വിറ്റ് കളഞ്ഞിരിക്കുന്നത്. യാബീന്റെ കമാൻഡർ ഇൻ ചീഫ് ആണ്, സേനാപതിയാണ് സീസര എന്ന് പറയുന്ന ആള്. സീസരയെ കുറിച്ച്, സീസര ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് യഹോവ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ കനാന്യ രാജാവായി യാബീന് ദൈവം തന്റെ ജനത്തെ വിറ്റുകളഞ്ഞു. എന്തുകൊണ്ടാണ്? അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തതുകൊണ്ട്, അവർ പാപം ചെയ്തതിന്റെ ഫലമായി. എന്നാൽ അവർ നിലവിളിച്ചപ്പോൾ ദൈവം അവരെ വിടുവിക്കുവാനായി ദെബോരയിലൂടെ സംസാരിക്കുന്നു. ദെബോരയിലൂടെ സംസാരിക്കുന്നത് ബാരാക്കിനോടാണ്. ആ ബാരാക്കിന് യഥാർത്ഥമായി എന്ത് ചെയ്യണമെന്നുള്ള പ്ലാൻ എല്ലാം പറഞ്ഞു കൊടുക്കുവാൻ തന്നെ ഇടയായി തീർന്നു. അപ്പോൾ എന്നാൽ ഈ ബാരാക്ക് എന്താണ് ചെയ്തത്? അടുത്ത 8-ാം വാക്യത്തിൽ, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞു. വളരെ ഉറപ്പായി, ഷുവറായി ദൈവത്തിന്റെ ആലോചന പറഞ്ഞു കൊടുത്തു. എങ്കിലും ബാരാക്കിന് വിശ്വാസമില്ലായിരുന്നു. നമ്മൾ പറഞ്ഞ പോയിന്റ് അതാണ്. സാധാരണക്കാരനായ വലിയ വിശ്വാസമില്ലാത്ത ബാരാക്കിനെയാണ് ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം തീർന്നത്. ബാരാക്ക് പറയാണ്, നീ വരികയാണിപ്പ, നീ വരുന്നില്ലേ പോകുന്നില്ല. അപ്പോൾ ഒരു സ്ത്രീയെ ഡിപ്പെൻഡ് ചെയ്ത് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്ന ബാരാക്കിനെയാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ന്യായാധിപന്മാരുടെ കാര്യം പഠിക്കുമ്പോൾ ബാരാക്കും ശിംശോനെ കുറിച്ച് അടുത്ത പ്രസ്താവനയുണ്ടല്ലോ. ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ സ്ത്രീകളുമായുള്ള ബന്ധം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ ബാരാക്കിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി 2 സ്ത്രീകളെ നമുക്ക് കാണാം. ഒന്ന് ദെബോര എന്ന് പറയുന്ന പ്രവാചകി, വേറൊന്ന് യായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ. ബാരാക്ക് പറഞ്ഞു, നീ കൂടെ വരികയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ദെബോര പറഞ്ഞു, ഞാനിവിടെ വരാം, പക്ഷേ നിനക്ക് കിട്ടേണ്ട മഹത്വം ഒരു സ്ത്രീക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. സീസറെ നിന്റെ കയ്യിലല്ല,
ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഞാൻ തന്നെ പോകത്തില്ല, നീ വന്നേലേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദെബോരായി ആയ ഈ രണ്ട് സ്ത്രീകൾ ഈ ബാരാക്കിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ശിംശോന്റെ ഈ രണ്ട് സ്ത്രീകളും ദെബോരയും യായേലും ഇസ്രായേൽ ജനത്തിന് വിക്ടറി നൽകുവാൻ, ജയം നൽകുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചു. എന്നാൽ ശിംശോനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നിമിത്തമായി ശിംശോൻ പാപം ചെയ്യുവാനും ഇസ്രായേൽ മക്കൾക്ക് വലിയ തോൽവി ഉണ്ടാകുവാനും ഇതൊക്കെ ഇടയായി തീർന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം ബാരാക്കും ദെബോരയും കൂടെ പാടുന്ന പാട്ടാണ്. ആ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നോക്കിയാൽ യായേലിനെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. യായേലും ദെബോരയും പാട്ടുപാടി സന്തോഷിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്, നിലവിളിക്കുന്ന ഒരു സ്ത്രീ. അത് മറ്റാരുമല്ല, അത് സീസറയുടെ അമ്മയാണ്. അപ്പോൾ ഇത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് കുറച്ച് മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഈ ദൈവം ഇവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ, ഞാൻ പൊതുവെ ചില കാര്യം പറഞ്ഞിട്ട് ഇനി വീണ്ടും ആദ്യം മുതൽ വരുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ബാറ്റിൽ പ്ലാൻ കൊടുത്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, ബാരാക്കിന് കൊടുത്തത്. ബാരാക്കിന്റെ യുദ്ധം ചെയ്യുവാൻ ആക്കി വെച്ചിരിക്കുന്ന ബാരാക്കിന്റെ ശത്രുവായ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ശത്രുവായ സീസര സൈന്യാധിപനെ അന്ന് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവന് 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. 900 ഇരുമ്പ് രഥങ്ങൾ ഉള്ളതായ ശക്തനായ ഒരു സൈന്യാധിപനായിരുന്നു സീസര. അപ്പോൾ ദൈവം സീസരയോട് ദെബോരാമോ നിമിത്തമായിട്ട് പറഞ്ഞു, ഞാൻ സീസരയെ കീശോൻ തോട്ടിന്റെ അടുത്ത് വരുത്തും, നീ അവരെ തോൽപ്പിക്കുമെന്ന് പ്രോമിസ് കൊടുത്തുവെങ്കിലും ബാരാക്കിന് ദെബോര കൂടെ വരാതെ യുദ്ധത്തിന് പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. സാധാരണഗതിയിൽ കീശോൻ തോട് ട്രൈ ആണ്, വരണ്ടതായ ഒന്നാണ്. എന്നാൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. അത് ഡീപ്പറായിട്ട് പഠിക്കുമ്പോഴാണ്, നമ്മൾ ഓടിച്ചങ്ങ് വായിക്കുമ്പോൾ അത്രയും മനസ്സിലാക്കുകയില്ല. ചില കമന്ററീസ് ഒക്കെ നമ്മൾ നോക്കിയാൽ അവിടെ ഈ സീസറയുടെ പവർ ഏതിലാണ്? ഈ 900 രഥങ്ങളിലാണ്, ഇരുമ്പ് രഥങ്ങളിലാണ്. അതിന്റെ ശക്തിയിലാണ് താൻ വളരെ സന്തോഷമായി പ്രസ്താവിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് വലിയ മറ്റു ആളുകളൊക്കെ ശത്രു രാജ്യങ്ങളൊക്കെ വലിയ പവർഫുള്ളായി കാണുന്ന ഒരു വിഷയമാണ് സീസറയുടെ 900 ഇരുമ്പ് രഥങ്ങൾ. പക്ഷേ ഈ ഇരുമ്പ് രഥങ്ങൾ തന്നെ സീസറയ്ക്ക് ദോഷം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അതെങ്ങനെയാണ്? നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈ ബാരാക്കിന്റെ കൂടെ, ഇനി ഞാൻ പറഞ്ഞു ആദ്യം മുതൽ ഇനി ഒന്നുകൂടെ പോവെന്ന്, ഒന്നുകൂടെ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യം പറഞ്ഞു വരുന്നത് ഇവിടെ ഇരിക്കുന്ന 3-1 പേര് കേൾക്കുന്നില്ല, പിന്നെ പറഞ്ഞു വരുന്നത് 5 പേര് കേൾക്കും, പിന്നെ ഒടുവിൽ വരുന്നവരൊക്കെ എവിടെ ആയത് ഏത് പുസ്തകത്തിലുള്ളതാണെന്ന് പോലും ചിലപ്പോൾ അറിയത്തില്ല. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. അതുകൊണ്ട് അത് കുഴപ്പമാകില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെ ചെയ്തത് ഈ രഥങ്ങൾ തന്നെ ദോഷമായി തീർന്നെന്ന് ഞാൻ പറയാനുള്ള കാരണം എഴുതിയിരിക്കുന്നു. ഈ സീസരയും ഈ സൈന്യങ്ങളും എല്ലാം രഥത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. സൈന്യങ്ങളെല്ലാം പട്ടാളക്കാർക്ക് രഥം ഇട്ടേച്ച് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. സീസര കാൽനടയായി ഓടിപ്പോയപ്പോഴാണ് മോശയുടെ അളിയനായ ഹോബാദിന്റെ തലമുറയിൽ പെട്ടതായ കേന്യർ താമസിച്ചിരുന്നിടത്ത് എന്നും അവിടെ വെച്ചാണ് ഈ യായേൽ എന്ന് പറയുന്ന സ്ത്രീ താമസിച്ചിരുന്ന വീട്ടിലോട്ട്, ആ കൂടാരത്തിലോട്ട് ചെന്നപ്പോൾ പറഞ്ഞു, യജമാനി നീ പോരെ, ഞാൻ നിനക്ക് അഭയം തരാമെന്ന് പറഞ്ഞ് ആ കൂടാരത്തിനകത്ത് കയറ്റി അവിടെ വെള്ളം ചോദിച്ചപ്പോൾ പാലാണ് കൊടുത്തത്. നല്ല ഗാഠനിദ്രയിലായപ്പോൾ അവർക്ക് അവിടെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളതുണ്ട്. ഇങ്ങനെ കൂടാരത്തിന്റെ കുറ്റി എടുത്ത് അടിച്ച് ചെന്നിയിൽ തറച്ച് കൊല്ലാൻ കഴിയുമോന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ദൈവം ആളുകളെ ഉപയോഗിക്കുന്നുണ്ട്. എനിവേ, ഈ യായേലാണ് സീസറെ കൊല്ലുവാൻ തക്കൊന്നിടയായിട്ടത്. സീസരെയും തന്റെ സൈന്യങ്ങളും എന്തുകൊണ്ട് ഓടിപ്പോയി എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ കീശോൻ തോട്ടിൽ ഇവരെ വരുത്തിയത് ദൈവമാണ്. ഈ സീസരെയും ആളുകളെ എല്ലാം അവിടോട്ട് ഗാദർ ചെയ്യിച്ചു ദൈവമാണ്. കീശോൻ തോട് സാധാരണഗതിയിൽ ട്രൈ ആണ്, വരണ്ട് കിടക്കുന്നതാണ്. എന്നാൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. നമ്മുടെ പോയിന്റും അതാണ് പറയാൻ പോകുന്നത്. ദൈവം പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ അത്ഭുതങ്ങൾ നിരനിരയായി നമുക്ക് കാണുവാൻ സാധിക്കും.
ഈ ബാരാക്കും ആളുകളും ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ഏറ്റെടുത്തതിന്റെ ഫലമായി അവർ യുദ്ധത്തിന് വേണ്ടി പോകുന്നു. ആ ഭാഗം ഇനി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാക്യങ്ങൾ വായിക്കുന്നില്ല. എന്നാൽ ഇവിടെ സംഭവിച്ച കാര്യം, കീശോൻ തോട്ടിൽ ഇവര് വന്ന സമയത്ത് അത് ട്രൈ ആയിരുന്നു. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി മഹാത്ഭുതം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ പല വാക്യങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ പ്രസംഗങ്ങളായി കേട്ടിട്ടുണ്ട്. കർത്താവിനദാസൻ ഒരു ദിവസം ശുശ്രൂഷിച്ചു. വേറെ ഒരു ദൈവദാസൻ അടുത്ത സമയത്ത് തന്നെ എനിക്കൊന്നു കുര്യാച്ചൻ സാർ തന്നെയാണ് അത് പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചതായ കാര്യം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ഒരു വലിയ സ്റ്റോം അയച്ചു എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. 4:3 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവന് 900 ഇരുമ്പിലിറ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞ പ്രകാരം ഇരുമ്പിലിറങ്ങളോടുകൂടി ഈ കീശോൻ തോട്ടിന്റെ അടുക്കൽ ഇവന്റെ വലിയ സൈന്യങ്ങളൊക്കെ വന്നുകൂടിയിരിക്കുകയാണ്. ആ സമയത്ത് നടന്ന സംഭവം എന്താണ്? 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിന്റെ 20 മുതലുള്ളതായ 20 മുതലുള്ള വാക്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ അതിന്റെ മറ്റു വാക്യങ്ങളില് ദൈവം അവർക്ക് വേണ്ടി ചെയ്തതായ കാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 20 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, അവർ സീസരയുമായി സ്വഗതികളിൽ പൊരുതു. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ദൂതഗണങ്ങളായിരിക്കും. ഇവിടെ അടുത്തത് എന്താണ് എഴുതിയിരിക്കുന്നത്? കീശോൻ തോട്, പുരാതന നദിയായ കീശോൻ തോട് തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. അതാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദൈവം ഒരു വലിയ സ്റ്റോം അയച്ചു. പെട്ടെന്ന് ഒരു വലിയ മഴയും വലിയ കൊടുങ്കാറ്റും എല്ലാം കൂടെ വന്നിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ 900 ഇരുമ്പ് രഥങ്ങളുള്ളതായ സീസറയുടെ സൈന്യത്തെ, ഇവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗം നോക്കുക, തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒത്തിരി പേരെ ഒഴുക്കിക്കൊണ്ടുപോയി, ഒത്തിരി രഥങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ അടുത്ത സമയത്താണ് അർക്കൻസാസിൽ ഒരു സംഭവം നടന്നത്. ഇവിടെ ഇരിക്കുന്ന മിക്കവരും ന്യൂസ് വാച്ച് ചെയ്ത് കാണും. അവിടെ ക്യാമ്പ് ഗ്രൗണ്ട്, ആളുകൾ, ടൂറിസ്റ്റുകൾ ധാരാളമായി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായ സന്ധ്യയുടെ വേളയിൽ ഇവരെല്ലാം ടെന്റടിച്ച് അവിടെ എല്ലാം പ്രത്യേക വാഹനങ്ങളിൽ ക്യാമ്പ് അടിച്ച് രാത്രി കിടന്നു. രാത്രി പെട്ടെന്നൊരു മഴ വന്ന് മഴ പെയ്ത്, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ 10 അടിയോളം വെള്ളം കിളരുവാൻ തക്കണയായി തീർന്നു. ഇവരെ ഒഴുക്കിക്കൊണ്ടുപോയി, ഇവരുടെ വാഹനങ്ങൾ ഒഴുക്കിക്കൊണ്ടുപോയി, ടെന്റുകൾ ഒഴുക്കിക്കൊണ്ടുപോയി. ഉറങ്ങിക്കിടന്ന സമയത്ത് 20 പേര് മരിച്ചുപോയി. ഒത്തിരി പേർക്ക് നാശനഷ്ടങ്ങൾ വന്നു. ഇന്നും ഭയങ്കരമായി മാത്രമേ ഓർക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത പോലെ രാത്രിയിൽ ഒരു വലിയ മഴ പെയ്ത് ഇതുണ്ടായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ്, ദൈവം ഇതാണ് ബാരാക്കിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ചെയ്തത്. 900 ഇരുമ്പ് രഥങ്ങളുമായി, വലിയ ചാരിയറ്റുമായി, സൈന്യവ്യൂഹത്തോടുകൂടി ഇറങ്ങി വന്നതായ ആ സീസരെയും സൈന്യത്തെയും കീശോൻ തോട് തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതമാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അവിടെ അവര് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ നമ്മോട് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി, അവര് സ്റ്റെപ്പ് എടുത്ത് വെച്ചവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കനിടയായി തീർന്നത്. കഴിഞ്ഞ ആഴ്ചയിലും ദാസനം പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയായി സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ. ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, വില്ലിംഗ്നെസ് ടു ഫൈറ്റ്, യുദ്ധം ചെയ്യുവാൻ താല്പര്യപ്പെട്ട് ഇറങ്ങിയവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതം ചെയ്തത്. എന്റെ ഹൃദയം, 9-ാം വാക്യം, എന്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധ സേവകരെ യഹോവയെ വാഴ്ത്തുവേൻ. സ്വമേധ സേവകരെ, പേരൊന്നുമില്ലെങ്കിലും, പൊസിഷൻ ഒന്നുമില്ലെങ്കിലും, പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിലും, മറ്റുള്ളവരുടെ വിമർശനവും
മറ്റുള്ളവരുടെ നിരൂപണങ്ങളും ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണെങ്കിലും സ്വമേധ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ദൈവം അവർക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്നതാണ് നമ്മൾ വായിക്കുന്നത്. യഹോവയും അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്ന് നാം അവിടെ വായിക്കുവാൻ കൊണ്ട് കഴിയുന്നു. അങ്ങനെ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ചരിത്രമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഈ യായേലിനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചുവല്ലോ. ഇസ്രായേലുമായി വളരെ അടുത്ത ഫ്രണ്ട്ഷിപ്പിലായിരുന്ന കേന്യർ എന്ന് പറയുന്ന മോശയുടെ ബ്രദറിലോട് പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. എന്നാൽ അവര് സെയിം ടൈമിൽ തന്നെ ഈ കനാന്യ രാജാവിനും അവർ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായി ഈ യായേലിനെ ഉപയോഗിക്കുവാൻ ഇടയായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ, ഓർപ്പിക്കട്ടെ. ബാരാക്കിനെ കുറിച്ച് നമുക്ക് ഓർക്കുവാൻ സാധിക്കുന്നത് വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു എന്നുള്ളതാണ്. വാഗ്ദത്തം വേദപുസ്തകത്തിലെല്ലാം വാഗ്ദത്തമാണ്. ആയിരക്കണക്കിന് വാഗ്ദത്തമാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം എപ്പോഴും എങ്ങനെ എഴുതിയിരിക്കുന്നത്? എപ്പോഴും ഉവ്വ എന്നാണ്. ചിലപ്പോ നമ്മൾ പറയാറുണ്ട് ഉവ്വ എന്നും ഇല്ല എന്നതാണ്. അത് ശരിയല്ല. ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും ഇല്ല എന്നല്ല. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും ഉവ്വ എന്നാണ്. അങ്ങനെ തന്നെയാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ഈ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. വിശ്വാസമാണ് അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസമാണ് ഇത് പ്രാപിക്കുവാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. ഇസ്രായേൽ മക്കളെ ഞെരുക്കിയതായ യാബീനെയും യാബീന്റെ സേനാപതിയായ സീസരെയും ഓർത്ത് അല്ലെങ്കിൽ ആ കഷ്ടപ്പാടുകളുടെ നടുവിൽ അവർ നിലവിളിച്ചതിന്റെ ഫലമായി ദൈവം ദെബോരയെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. 4-ാം അധ്യായം, ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിച്ച വാക്യം തന്നെയാണ്. അവിടെ വെച്ച് ബാരാക്കിനെ വിളിപ്പിക്കുന്നു. ബാരാക്കിനോട് പറയാണ്, നീ താബോർ പർവ്വതത്തിൽ ചെല്ലണം, നഫ്താലിയുടെയും സെബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളണം. അങ്ങനെ എന്നിട്ട് പറയാണ്, ഞാൻ അവിടെ കീശോൻ തോട്ടിനരികെ സീസരെയും അവന്റെ ആളുകളെയും വരുത്തുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ എന്നിട്ട് ദെബോരയുടെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. എന്നാൽ ദെബോര വീണ്ടും വളരെ ധൈര്യത്തിന്റെ വാക്കുകളാണ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവിടെ ദെബോരയും കൂടെ കയറി ചെന്നു എന്നാണ് 11-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നത്. അങ്ങനെ ദെബോരയും കൂടെ കയറി ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വീണ്ടും 14-ാം വാക്യത്തിൽ, അപ്പോൾ ദെബോര ബാരാക്കിനോട് പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആ വാക്കുകളൊക്കെ എത്ര ശക്തമേറിയതാണ്. ഏൽപ്പിക്കും എന്നല്ല, ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം അങ്ങനെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. ദൈവം പറഞ്ഞനുസരിച്ച് ഈ ബാരാക്ക് ചെന്ന് നഫ്താലിയിലും ചെന്ന് സെബൂലുവിന്റെയും അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് തന്നെ 10,000 പേര് അവരോടുകൂടെ യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടു. ദൈവം പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ ആളുകളുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊള്ളും. ആളുകളെ ദൈവം ഒരുക്കിക്കൊള്ളും. അങ്ങനെ തന്നെ ദൈവം തന്നെയാണ് സീസരെ ആളുകളെയും കീശോൻ തോട്ടിന്റെ അടുത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ദെബോര വളരെ ധൈര്യത്തിന്റെ വാക്കുകളാണ് പ്രസ്താവിക്കുന്നത്. ദൈവം സംസാരിച്ച വാക്കുകൾ ധൈര്യത്തോടെ, അല്ലെങ്കിൽ ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ ധൈര്യത്തോടെ ഏറ്റെടുക്കാനുള്ള കടമ നമുക്കുണ്ട്. ദൈവം പറഞ്ഞത് അവിശ്വസിച്ചവർക്കൊക്കെ വലിയ ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞത് വിശ്വസിച്ചവർക്ക് വേണ്ടി അത്ഭുതങ്ങളായി ചെയ്ത ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ പഠിച്ചതാണ്. കനാൻ നാട് ഒറ്റുനോക്കുവാനായി 10 പേരെ മോശ അയച്ചു, 12 പേരെ അയച്ചു. 10 പേര് മടങ്ങി വന്നിട്ട് അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞു, അങ്ങനെയല്ല, ദൈവമാണ് നമ്മളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നത്. ദൈവം ആ ദേശം നമുക്ക് തരും, നാം അവിശ്വസിക്കുക മാത്രം ചെയ്യരുതെന്ന് പറഞ്ഞു. കാലേബും യോശുവയും മാത്രം കനാൻ നാട്ടിൽ പ്രവേശിച്ചു. 10 പേര് ഇസ്രായേൽ മക്കളെ എല്ലാം തിരിച്ചു പോകുവാനായി പ്രേരിപ്പിച്ചു. എന്നാൽ മോശ ഇടപെട്ടതിന്റെ ഫലമായി അവിടെ വലിയ നഷ്ടത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. എന്നാൽ ഈ 10 പേരും
അവരുടെ അവിശ്വാസത്തിന്റെ വാക്ക് കേട്ടവരുമെല്ലാം മരുഭൂമിയിൽ പട്ടുപോകുവാൻ തക്ക ഇടയായി തീർന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ അവിശ്വസിക്കുവാൻ നമുക്ക് ആർക്കും ഒരിക്കലും ഇടയാകരുത്. അത് ധൈര്യമായി ഏറ്റെടുക്കുവാൻ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. ദൈവം വിളിച്ചുകൂട്ടി. ദൈവം കീശോൻ തോട്ടിന്റെ അടുത്ത് സീസറി ആളുകളെയും കൊണ്ടുവന്നു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ബാരാക്കിന് വേണ്ടി 10,000 പേരെ ഒരുക്കി. ബാരാക്കിന് വേണ്ടി സീസറി ആളുകളെ കീശോൻ തോട്ടിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദൈവം പറഞ്ഞെങ്കിൽ ദൈവം അങ്ങനെ തന്നെ ചെയ്യുവാനിടയായി തീരും. നമുക്കറിയാം, ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദർശനത്തിന് പരാതി വെച്ചിരിക്കുന്നു. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, താമസിക്കുകയില്ല. അത് എത്രയും വേഗം സംഭവിക്കും. തിടുക്കത്തോടെ ആയിരിക്കുകയാണ് ദൈവം പറഞ്ഞത്, അതുപോലെ തന്നെ സംഭവിക്കുന്നേ ചെയ്യും. 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും ഭടജനവും ഇറങ്ങി വന്നു, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ഇറങ്ങി വന്ന് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തക്ക ഇടയായി തീർന്നു. നമുക്കിതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന പാഠം എന്താണ്? വലിയ ധൈര്യമൊന്നും ഇല്ലാത്ത, വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ബാരാക്കിനെ ധൈര്യപ്പെടുത്തുവാൻ ദെബോരയുടെ വാക്കുകൾ കാരണമായി തീർന്നു. അത് കേട്ട് ബാരാക്ക് ഇറങ്ങി പുറപ്പെട്ടു. വിശ്വാസത്താൽ ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രാപിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ബാരാക്കിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. അവിടുത്തെ 5-ാം അധ്യായത്തിലെ ആ പാട്ട് വളരെ മനോഹരമേറിയതാണ്. ദൈവം സ്വമേധാ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, വില്ലിംഗ്നെസ്സോടുകൂടി ഇറങ്ങിയവർക്ക് വേണ്ടി, മടിച്ചിരിക്കാതെ, യുദ്ധത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഭയപ്പെട്ട് അരികെ ഇരിക്കാൻ ഇഷ്ടപ്പെടാതെ, സുഖങ്ങൾ നോക്കാതെ ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവർക്ക് വേണ്ടി യഹോവയും അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്നാണ് വായിക്കുന്നത്. 900 ഇരുമ്പരഥങ്ങൾ ഉള്ളതായ സീസറെ ഭയപ്പെട്ട ആളുകൾ മാറി നിൽക്കുമ്പോൾ ധൈര്യത്തോട് ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചതിന്റെ ഫലമായി ബാരാക്കിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്ക ഇടയായി തീർന്നു. അവർക്ക് ധൈര്യമായി നിന്ന, ശത്രുക്കൾക്ക് ധൈര്യമായി നിന്നായ ആ ഇരുമ്പ് രഥങ്ങൾ അവർക്ക് ദോഷമായി തീർന്നു. അതെല്ലാം നഷ്ടമായി. സീസറയെ ഒരു സ്ത്രീ തന്നെ കൊല്ലുവാൻ തക്ക ഇടയായി തീർന്നു. വിശ്വാസത്താൽ അവർ വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്ക ഇടയായി തീർന്നു. വേദപുസ്തകം എല്ലാം നാം പരിശോധിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടിയാണ് മുന്നോട്ട് ഇറങ്ങിയവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്തിട്ടുള്ളത്. ഈ ബാരാക്കിനും ഒരുപക്ഷെ അവിശ്വാസം കാണും. ബാരാക്കിനോട് ദൈവം അല്ലെങ്കിൽ അവിശ്വാസം ബാരാക്കിനോട് സംസാരിച്ചു കാണും, നീ ഇറങ്ങി പോകരുത് കീശോൻ തോട്ടിന്റെ അരികിലേക്ക്. അനേക രാജ്യങ്ങളെ, മറ്റു രാജ്യങ്ങളെയൊക്കെ കീഴടക്കിയ സീസര 900 ഇരുമ്പ് രഥങ്ങളോടുകൂടി അതിന്റെ സൈന്യങ്ങളോടുകൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് നിരാശ ഉണ്ടാകും, നീ പരാജയപ്പെടും എന്ന അവിശ്വാസം പറഞ്ഞു കാണും. പക്ഷേ അവന്റെ ഉള്ളിൽ ദെബോര പറഞ്ഞ വാക്ക്, ദൈവം പറഞ്ഞു, ഞാൻ ഇന്ന് സീസറെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നീ അവരെ തോൽപ്പിക്കും. വിശ്വാസത്തോടുകൂടി ആ വാഗ്ദത്തം ഏറ്റെടുത്തു, സ്റ്റെപ്പ് എടുത്തു വെച്ചു. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അവിടെ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഭൂതഗണങ്ങൾ അവരോടുകൂടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുവാൻ തക്ക ഇടയായി തീർന്നു. അങ്ങനെ ബാരാക്കിനും സൈന്യത്തിനും വലിയ വിജയം ഉണ്ടാകുവാൻ ഇടയായി. നമ്മുടെ വിഷയം വിശ്വാസത്താൽ നമുക്ക് വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാകണം. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് നമ്മുടെ വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. അബ്രഹാമിനെ കുറിച്ച് റോമാലേഖനത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? 20-22 വാക്യങ്ങളിൽ അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. വയസ്സ് എന്ന ബലഹീനനായി തീർന്ന മനുഷ്യ രീതിയിൽ ശക്തി നഷ്ടപ്പെട്ടു പോയതായ അബ്രഹാം വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചതിന് ഫലമായി അവന് ബലം ദൈവം കൊടുത്ത് അവന് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു. ഇന്ന് പൽക്കാലം നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം പറഞ്ഞത് നിവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിശ്വാസം നമുക്കൊന്ന് വർദ്ധിക്കണം. ബാരാക്ക് വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്ക ഇടയായി തീർന്നു. അവന് മുന്നോട്ടിറങ്ങുവാനുള്ള വലിയ ധൈര്യമില്ലായിരുന്നു. എന്നാൽ അവനെ ധൈര്യപ്പെടുത്തത് ദെബോരയിലൂടെ ദൈവം സംസാരിച്ച വാക്കുകളാണ്. ഞാൻ വീണ്ടും വാർപ്പിക്കട്ടെ ദൈവമക്കളെ, നമുക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു.
ദൈവത്തിന്റെ വചനമാണ് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. അങ്ങനെ വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകണം. ഈ വേദപുസ്തകം ഞാൻ ഓർപ്പിച്ച പോലെ വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. മാനസിക വ്യതകൾ, അധികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടതകളൊക്കെ ഉണ്ടായിരിക്കും. നോക്കാനുള്ളത് ദൈവത്തിന്റെ വചനത്തിലാണ്. അതിന് മറുപടി ഉണ്ട്. ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട് പുലർത്താമെന്ന്. ദൈവം പറഞ്ഞിട്ടുണ്ട് രോഗസൗഖ്യം വരുത്താമെന്ന്. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന്. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ കൈക്ക് പിടിച്ചുകൊള്ളാമെന്ന്. ദൈവം പറഞ്ഞിട്ടുണ്ട് അന്ത്യം വരെയും കൂടെ ഇരിക്കാമെന്ന്. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഇന്ന് പൽക്കാലം ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം.